ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. അവിടെ 20 വാക്യം മുതൽ 26 വാക്യം വരെയാണ് നമ്മുടെ ചിന്ത വിഷയം. ഇവിടെ ഈ 23 അധ്യായത്തിൽ ദൈവം പെട്ടെന്ന് ഈ ദൈവജനത്തിന് അവരുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അവർക്ക് കൊടുക്കുകയാണ്. ഏതെല്ലാം രാജ്യങ്ങൾ അവർ കീഴടക്കും, ഇന്നപോലെ നിങ്ങൾ കീഴടക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് 23 അധ്യായം 20 വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലത് റിപ്പീറ്റഡ് ആണ്. അതായത് 10 കൽപ്പന കൊടുത്തത് 20 അധ്യായത്തിലാണ്, പുറപ്പാട് 20 അധ്യായം. അതിലെ ചില കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയുന്നതായിട്ടാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്നത് 24, 25, 26 അതായത് അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. അതായത് ഇവർ കീഴടക്കാൻ പോകുന്ന രാജ്യങ്ങൾ അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവരുടെ പ്രവൃത്തികളൊന്നും നിങ്ങളുടെ ഇടയിൽ കാണരുത്. 26 വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കണം. അത് ചെയ്താൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണ്? നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അതേപോലെ രോഗങ്ങൾ നിങ്ങളുടെ ഇടയിൽ കാണുകയില്ല. എന്നിട്ട് 26 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഗർഭങ്ങൾ ഒന്നും അലസമാവുകയില്ല. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്ന അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ഇടയിൽ കാണുന്നില്ല. അത് മനുഷ്യരുടെ തന്നെയല്ല, മൃഗങ്ങളുടെയും ദൈവം എടുത്തു പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. എന്തുകൊണ്ടാണ് ദൈവം അത് ആവർത്തിച്ച് 20 അധ്യായത്തിൽ പറയുന്ന 10 കൽപ്പനകൾ വീണ്ടും ചില കൽപ്പനകൾ ആവർത്തിച്ച്? അത് പ്രത്യേകിച്ച് ദൈവത്തെ നമസ്കരിക്കുന്ന, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന കാര്യം. അത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളെക്കാട്ടിലും ശ്രേഷ്ഠമായതും ശക്തിയേറിയും ബുദ്ധിയുള്ള, അതായത് വലിയ ദേശങ്ങളാണ് ഇവർ കീഴടക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. അതായത് എന്നൊക്കെ നമ്മൾ ഈ 20 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നമസ്കരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തെ മാത്രം നമസ്കരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ ഉള്ള വിഷയം. അതായത് ദൈവത്തെ ആരാധിക്കുന്ന കാര്യം മനുഷ്യനോട് അത് ആവർത്തിച്ച് പറയുന്നില്ല എങ്കിൽ മനുഷ്യൻ എന്തിനെ വേണമെങ്കിലും ആരാധിച്ചോളൂ. അതായത് ദൈവത്തെ തന്നെ ആരാധിക്കണമെന്ന് മനുഷ്യന് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. മനുഷ്യനേക്കാൾ സാമർഥ്യമുള്ളതും ബുദ്ധിയുള്ളതും മനുഷ്യനേക്കാൾ വലിപ്പമുള്ളതും സൃഷ്ടിയുടെ എന്ത് ഭാഗമായാലും മനുഷ്യനത് ആരാധിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയും മനുഷ്യൻ ആരാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ആരാധികൾ എന്ന് പറയുന്ന, അതായത് ക്രിക്കറ്റിൻ്റെ ദൈവമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തെ ആരാധിക്കുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ക്രിക്കറ്റ് കളിക്കാൻ ആരും ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെയാണ് ഫുട്ബോളിലെ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ. ഇവരെല്ലാം ആരാധിക്കുന്നതുകൊണ്ട്, കാരണം അത്ര നല്ലതായിട്ട് അവരൊന്നീ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് അവരെ ആരാധിക്കുന്ന മനുഷ്യരാണ് നമുക്ക് കാണാൻ. അവരെ വിളിക്കുന്നത് തന്നെ ആരാധികർ. അതേപോലെ തന്നെ സിനിമ നടിമാർ അവരെ ആരാധിക്കും. മനുഷ്യൻ എന്തിനെ വേണമെങ്കിലും ആരാധിച്ചോളൂ. അതായത് സത്യദൈവത്തെ ആരാധിക്കണമെന്ന് മനുഷ്യന് ഒന്നുമില്ല. ഇത് ദൈവജനത്തിൻ്റെ ഇടയിൽ ആ ഒരു അവസ്ഥ വരാതിരിക്കണം. കാരണം ഇനി ഈ ഇസ്രായേൽ മക്കൾ കീഴടക്കാൻ പോകുന്നത്, അവിടെ ദേവന്മാരുണ്ട്, അവരെക്കാട്ടിലും സാമർഥ്യമുള്ള ജനങ്ങളാണ്, അവർക്ക് മിലിറ്ററി ഉണ്ട്, സേനയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കീഴടക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ മനുഷ്യൻ, ഈ ദൈവജനം അവരുടെ രീതികൾ അംഗീകരിച്ചേക്കാം, അവരുടെ സ്വഭാവങ്ങൾ അംഗീകരിച്ചേക്കാം, അവരുടെ ദൈവങ്ങളെ പോലും ഇവർ ആരാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം വിഗ്രഹങ്ങളായിരിക്കാം, മനോഹരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങളായിരിക്കാം. ഇതൊക്കെ ദൈവം മുന്നമേ
കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരോട് ഇതാവർത്തിക്കുന്നത്. എന്നെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം, ഈ ദൈവമായ യഹോവയെ തന്നെ നമസ്കരിക്കണം. മാത്രമല്ല ഈ ജനങ്ങളുടെ മ്ലേച്ഛമായ സ്വഭാവവും ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം ദൈവത്തിന് ചില നിർബന്ധങ്ങളുണ്ട്. കാരണം ഇവരുടെ ഈ പ്രവൃത്തി കാരണമാണ് ഇവരുടെ രാജ്യം ദൈവജനത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ മ്ലേച്ഛത നമ്മൾ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾക്ക് ഈ ദേശങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത് തന്നെ ഇവർ എത്ര ഹീനമായ അല്ലെങ്കിൽ മ്ലേച്ഛത നിറഞ്ഞ ഒരു ജനത്തിൻ്റെ രാജ്യം ദേശമാണ് ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ഇവരുടെ ഹീനമായ പ്രവൃത്തികൾ എല്ലാം തന്നെ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല, പക്ഷേ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ലേവ്യ പുസ്തകം 18-ാം അധ്യായം. ഈ പ്രവൃത്തികളൊന്നും ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. കാരണം മനുഷ്യത്വം അല്ലാത്ത, അതായത് മനുഷ്യനായിട്ടല്ലാതെ മൃഗങ്ങളുടെ സ്വഭാവം ആണ് നമ്മളവിടെ ലേവ്യ പുസ്തകം 18-ാം അധ്യായം. അത്ര മ്ലേച്ഛത നിറഞ്ഞതാണ് ഈ പ്രവൃത്തികളൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ രാജ്യങ്ങളുടെ ദേശം നിങ്ങൾക്ക് തരുന്നതായിട്ട്, ദൈവജനത്തിന് കൊടുക്കുന്നതായിട്ടും ഈ ദൈവം അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ആരാധിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. മനുഷ്യൻ ഏത് സൃഷ്ടിയുടെ ഏത് ഭാഗമായാലും എന്തായാലും മനുഷ്യൻ ആരാധിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ മുമ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചതാണ്. അപ്പം മരമായാലും ശരി, കല്ലായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹമായാലും ശരി, അല്ലെങ്കിൽ വലിയ സ്റ്റാച്യു ആയാലും എന്തായാലും ശരി, മനുഷ്യനെ എന്തിനെ വേണമെങ്കിലും ആരാധിച്ചോ. സത്യദൈവം ആകണമെന്നില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. സാധാരണ മനുഷ്യൻ ഒരു ആഹാരം അവന് സമയത്തിന് ആഹാരം ലഭിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ സത്യദൈവത്തിൻ്റെ ആരാധന പോലും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപക്ഷെ എന്തിനാണ് ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്? ആഹാരം കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം എല്ലാം നല്ലതായത് അതുകൊണ്ടായിരിക്കാം. ഇവിടെയാണ് നമ്മൾ ഹബാക്കൂക്കിൻ്റെ ലേഖനം ഹബാക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 17-ും 18-ലും നമുക്ക് ഒരു പ്രവാചകൻ പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. അവിടെ പറയുന്ന അത്തിവൃക്ഷം ഇല്ലെങ്കിലും, മുന്തിരിവള്ളി അത് ഫലം കായ്ക്കയില്ലെങ്കിലും, ഒലിവ് വൃക്ഷം അതിൻ്റെ ഫലം തന്നില്ലെങ്കിലും, നിങ്ങളുടെ ആഹാരം അതിനകത്ത് നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ആഹാരം കിട്ടിയില്ലെങ്കിലും, വിളവ് കിട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് അത് നശിച്ചു പോയാലും, ഗോശാലകളിൽ കന്നാലികൾ ഉണ്ടാകുകയില്ലെങ്കിലും, ഇതൊക്കെ, അതായത് ഒരു മനുഷ്യൻ്റെ സാഹചര്യം എത്ര പരാജയമാണെന്ന് പറഞ്ഞാലും പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിന് ഘോഷിച്ചുല്ലസിക്കും. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. എങ്ങനെ മനുഷ്യൻ സാഹചര്യമെല്ലാം പരാജയമാണെന്ന് പറഞ്ഞാലും ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആഘോഷിച്ചുല്ലസിക്കാൻ സാധിക്കും? സാധാരണ മനുഷ്യന് പറ്റുന്ന കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിക്കുകയും. അതായത് ജീവിതം ഒരു പരാജയമാണ്, എങ്കിലും ഞാൻ ആനന്ദിക്കും. ജീവിതം പരാജയമാണെങ്കിൽ ആർക്കെങ്കിലും ആനന്ദിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അങ്ങനെ ആരാധിക്കാൻ അല്ലെങ്കിൽ ആനന്ദിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഈ ചുറ്റുപാട് അല്ലെങ്കിൽ സാഹചര്യം മുഴുവൻ അനുകൂലമല്ല, പ്രതികൂലമാണെങ്കിൽ ആനന്ദിക്കാൻ സാധിക്കുമോ?
പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, ആരാധിക്കാനായിട്ട് ഒറ്റ കാരണം പറയുന്നത് എന്താണ്? എൻ്റെ രക്ഷയുടെ ദൈവത്തിന്, ദ ലോർഡ് ഓഫ് മൈ സാൽവേഷൻ. ഇവിടെയാണ് മനുഷ്യന് ദൈവത്തെ ആരാധിക്കേണ്ട ഏക കാരണം. പല കാരണങ്ങളുണ്ട് ദൈവത്തെ ആരാധിക്കാൻ, പക്ഷെങ്കിൽ ഒരു കാരണമില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ്റെ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അവിടെയാണ് രക്ഷയുടെ ആ ബഹുത്വം, അല്ലെങ്കിൽ രക്ഷയുടെ ആ വിലയേറിയ നമുക്ക് ലഭിച്ചേക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം അതിന് പിന്നാലെ ഒരു വില കൊടുത്തിട്ടുണ്ട്. ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത വില. ദൈവപുത്രൻ സ്വന്തം രക്തം, സ്വന്തം ജീവിതം കൊടുത്തു. ആ വില എന്ന് പറയുന്നത് ആ വിലയാണ് നമ്മളെ ഓരോരുത്തരെയും, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയത്. ഇതാണ് ഏക കാരണമോ ആകേണ്ടത് ദൈവത്തെ ആരാധിക്കാൻ. ആ രക്ഷയുടെ ദൈവമായതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കേണ്ടത്. സാഹചര്യം എന്തായിക്കോട്ടെ, അത് പൊങ്ങി ചിലപ്പം താഴ്വരയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പർവ്വതമായ നല്ല നല്ല സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഏത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമാകാതെ നമ്മുടെ രക്ഷയുടെ ദൈവമായതുകൊണ്ടാണ് ഒരു വിശ്വാസി ദൈവത്തെ ആരാധിക്കേണ്ടത്. കാരണം എല്ലാ സാധ്യതയുണ്ട് ഈ ലോകത്തിൽ. എന്തിനെ വേണമെങ്കിലും, ഇപ്പോൾ വിഗ്രഹം ആകണമെന്നില്ല. നമ്മുടെ കുടുംബത്തെ നമുക്ക് ആരാധിക്കാം, നമ്മുടെ സമ്പത്തിനെ നമുക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോസിനെ നമുക്ക് ആരാധിക്കാം, മുതലാളിയെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും. കാരണം നമുക്ക് അന്നം തരുന്നതാണ്. നമ്മുടെ എല്ലാ സാഹചര്യം എന്ത് നല്ലതാകുന്നു അതിനനുസരിച്ച് ആരാധിക്കാൻ ഇടയാകരുത് ഒരു ദൈവ പൈതലിന്. രക്ഷയുടെ ദൈവമാണ് എന്നുള്ള ബോധം വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. അതായിരിക്കണം ഏക കാരണം. അതാണ് ഇവിടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, സത്യദൈവം ആകണമെന്നില്ല മനുഷ്യൻ ആരാധിക്കാൻ. സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവപുത്രൻ തന്നെ ഇറങ്ങി വന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ദൈവജനത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല. എൻ്റെ സാക്ഷ്യം ശരിയല്ല. അവിടെയും ആ ചർച്ചയിൽ ദൈവം പറഞ്ഞു, ഞാൻ തന്നെയല്ല സാക്ഷീകരിക്കുന്നത്, ഞാനും എൻ്റെ പിതാവും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. പക്ഷെ അത് ശരിയല്ല എന്ന് ദൈവജനം മർദ്ദിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് സത്യത്തിൻ്റെ പ്രസക്തി. യോഹന്നാൻ സുവിശേഷം 8:32 ആ ചർച്ചയിൽ തന്നെ ദൈവം, അതായത് യേശു ക്രിസ്തു ആ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പക്ഷേ ദൈവജനത്തിന് അത് താല്പര്യമില്ല. ഇവിടെയാണ് ദൈവം നമുക്ക് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പം മലയാളത്തിൽ അത്ര വ്യക്തത കിട്ടുന്നില്ലെങ്കിലും ആ തന്നെ എന്നുള്ള വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും എന്നൊന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറൊരു സത്യമില്ലെന്നാണ്. ഞാൻ തന്നെ വഴി എന്ന് പറയുമ്പോൾ വേറൊരു വഴി ഇല്ലെന്നാണ്. രക്ഷയുടെ സത്യം നമ്മൾ അറിയുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഈ സത്യമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ള പ്രേരണ നമുക്ക് ഒരു വിശ്വാസിക്ക് ദൈവം തരുന്നത്. രക്ഷ എന്നുള്ള സത്യം ആ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരോട് പറയുക, ഞാൻ തന്നെയാണ് ലോകത്തിൻ്റെ വെളിച്ചം. മനുഷ്യനെ ആരാധിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവജനം പറയാണ് അത് ശരിയല്ല, അത് തെറ്റാണ്. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അത് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ നമ്മൾ കാണിക്കേണ്ട സൃഷ്ടിയെ നോക്കുന്നുണ്ടേ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ നോക്കുമ്പോൾ സൃഷ്ടിയുടെ സമയം മുതൽ ബുദ്ധിക്ക് തെളിവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും, ബുദ്ധിക്കുള്ള തെളിവുകൾ ദൈവം സൃഷ്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ മനുഷ്യനത് അംഗീകരിക്കാൻ താല്പര്യമില്ല. മനുഷ്യനത് അംഗീകരിക്കാൻ താല്പര്യമില്ല തന്നെയല്ല, സത്യത്തെ അവർ തടുക്കുകയും ചെയ്യും, സപ്രസ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനോട് ദൈവം ആവർത്തിച്ച് പറഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ എന്തിനെ വേണമെങ്കിലും ആരാധിച്ചോളും. നമുക്ക് നമ്മുടെ രക്ഷയായ ദൈവത്തിനെ ആരാധിക്കുന്ന തന്നെ ഒരു അവസരം തന്നെ നമുക്ക് കിട്ടി എന്നുള്ളത് ഓർക്കുമ്പം തന്നെ മനുഷ്യൻ ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. 2 ശമൂവേൽ 22:47 പറയുന്ന അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. അതുപോലെ തന്നെയാണ് സങ്കീർത്തനം 89:26 എഴുതിയിരിക്കുന്നത്, അവനെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ പിതാവും ദൈവവും രക്ഷയുടെ പാറയുമാണ്. ഇതാണ് ദൈവജനത്തിന് ആരാധിക്കാനായിട്ടുള്ള ഏക കാരണമെന്ന് പറയുന്നത്. രക്ഷയുടെ പാറ, രക്ഷയുടെ ദൈവം, സത്യത്തിൻ്റെ ദൈവം. ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ ഏത് സൃഷ്ടിയെയും അല്ലെങ്കിൽ എന്തിനെ വേണമെങ്കിലും ആരാധിച്ചോളും. ഇതുകൊണ്ടാണ് ദൈവം ആവർത്തിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ തന്നെ നീ ആരാധിക്കുക, നമസ്കരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.